ഹലോ വെൽക്കം ടു ലൈവ് അഗെയിൻ വില്ല. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ അതായത് വീക്കെൻഡ് ആകുമ്പോൾ കുറച്ച് ഹോംവർക്കൊക്കെ കൂടുതലുണ്ടാവുമല്ലോ. അപ്പോൾ റബേക്ക കുട്ടിന് കുറച്ച് ഹോംവർക്ക് മാത്സിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ ഞായറാഴ്ച ആവട്ടെ എന്ന് പറഞ്ഞിരിക്കും, എന്നിട്ട് തിങ്കളാഴ്ചയും ഓട്ടപ്രദക്ഷിണമായിരിക്കും. ചെയ്തിട്ടുണ്ടാവില്ല ഹോംവർക്ക് ഇത്തവണ. പക്ഷേ ആൾ നേരത്തെ വന്ന് സാറ്റർഡേ ഇന്നിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ വന്നിരുന്നു, ഹോംവർക്കൊക്കെ ചെയ്തു കേട്ടോ. അതിൻ്റെ ഇടയിൽ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കഴിച്ചു. ഇപ്പം ആൾ വെജിറ്റബിളും ഫ്രൂട്ട്സൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വ്യത്യാസം അവളുടെ ആ ഒരു സ്കിന്നിൽ കാണാനും ഉണ്ട് കേട്ടോ. എമ്മിക്കുട്ടൻ പിന്നെ കളിച്ച് കിടക്കുമായിരുന്നു. അവൾ സാധാരണഗതിയിൽ അങ്ങനെ പഠിക്കാനൊന്നും അങ്ങനെ മടിയൊന്നും കാണിക്കാറില്ല. ഇന്ന് പക്ഷെ ഞാൻ വൈകുന്നേരം പഠിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ കളിച്ചൊക്കെ നടന്നു. അതിൻ്റെ ഇടയിൽ ഓംലെറ്റ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പപ്പേനെ വിളിച്ചുകൊണ്ട് പോയി കേട്ടോ. എമ്മിക്കുട്ടിക്ക് മുട്ട ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരു ഓംലെറ്റ് കഴിക്കുക അല്ലെങ്കിൽ ഒരു മുട്ട പുഴുങ്ങിയത് കഴിക്കുന്നതെന്നും പറഞ്ഞാൽ ആൾ കഴിക്കൂല. അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, അവൾക്ക് തോന്നുവാണെങ്കിൽ മാത്രമാണ് വന്ന് കഴിക്കുന്നത്. അങ്ങനെ കഴിച്ചാൽ കഴിച്ചോളും കേട്ടോ. അതെല്ലാം നമ്മൾ പുറകെ ഉണ്ടാക്കിക്കൊണ്ട് കിടന്നാൽ ചിലപ്പം ഇത്തിരി പോലും കഴിക്കാതെ അങ്ങ് പോകും. അതും ഒരു തോന്നലാണ്. ചിലപ്പോഴായിരിക്കും പുഴുങ്ങിയ മുട്ട വേണമെന്ന് പറയും, അല്ലെങ്കിൽ ഓംലെറ്റ് വേണമെന്ന് പറയും. ചിലപ്പോൾ ഈ ഓംലെറ്റ് ഇങ്ങനെ തിരിച്ചിടാൻ പറയും. ചില സമയത്ത് നമ്മൾ തിരിച്ചിട്ട് കൊടുത്താൽ പറയും അങ്ങനെ വേണ്ട, ഇതേപോലെ നിൽക്കണമെന്ന് പറയും. എന്തായാലും അപ്പനും മോളും കൂടെ ഓംലെറ്റൊക്കെ ഉണ്ടാക്കി. ആൾ ഓംലെറ്റൊക്കെ കഴിച്ച് പിന്നെ അതുപോലെ തന്നെ ടി വി ഒക്കെ വെച്ച് ഇന്ന് ഭയങ്കര ടി വി കാണലും കളിയൊക്കെ ആയിരുന്നു. എന്നോട് അതിനിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട അമ്മ കാണാത്ത പുതിയ സിനിമ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറയുന്നുണ്ട്. ഡോപ്പിക്കിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, ഒരു ദിവസം ഒന്ന് കിട്ടിയാലും വയ്യ ആൾക്ക്. എന്നിട്ടും പോയി കാറ് ക്ലീൻ ചെയ്യുമായിരുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഈ NH പണി നടക്കുമല്ലോ ഇവിടെ. അപ്പം അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേയുടെ പണിയുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ അടിയിൽ കൂടെ പോകുമ്പോൾ പല സാധനങ്ങളും ഇങ്ങനെ വണ്ടിയുടെ മീതേക്ക് വന്ന് വീഴും. അങ്ങനെ വന്ന കുറച്ച് സിമെൻ്റാണ് കേട്ടോ. അപ്പം കുറേ ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു സിമെൻ്റ്. കുറേ ഉരച്ചിട്ടാണ് പോയത്. ഞാനും ചെന്ന് കുറേ ഇങ്ങനെ ഉരച്ചൊക്കെ കൊടുത്തു. പക്ഷെ പോകുന്നുണ്ടായിരുന്നില്ല. എന്നാലും കുറേയൊക്കെ കഴിഞ്ഞു, കുറേയൊക്കെ കളഞ്ഞു കേട്ടോ. പിന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പിള്ളേർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ അസുഖമൊക്കെ പിടിച്ചിരുന്നതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പറായിട്ട് നമ്മളിങ്ങനെ സാധാരണ നല്ലോണം എണ്ണയൊക്കെ വെച്ച് കുളിക്കുമല്ലോ. അപ്പോൾ അതേപോലെ ഒന്നും കുളിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് സാറുടെ മുടിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചുരുണ്ട മുടിയൊക്കെ ആണതുകൊണ്ട് തന്നെ ഭയങ്കര ഇങ്ങനെ ഫ്രിസി ആയിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു നമുക്ക് നന്നായിട്ട് ഓയിലൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് ആൽമണ്ട് ഓയിലുണ്ടല്ലോ, ആൽമണ്ട് ഓയിൽ ഒരു 3-4 തുള്ളി, പിന്നെ കുറച്ച് ആവണക്കെണ്ണ, ഇത്രയും സാധനങ്ങളും കൂടി മിക്സ് ചെയ്യും കേട്ടോ. മിക്സ് ചെയ്തിട്ട് നമ്മൾ ശരിക്കും അങ്ങനെ ഒന്ന് സ്കാൽപ്പിൽ ഒരാഴ്ചയിൽ 2 തവണ വെച്ചിട്ട് അങ്ങനെ ഒന്ന് യൂസ് ചെയ്ത് നോക്കിയാൽ എന്തോരം ഡാൻഡ്രഫ് ഉണ്ടെങ്കിലും പോയി കിട്ടുമേ. ഞാനിവിടെ സ്ഥിരമായിട്ട് സാറയുടെ തലയിൽ അങ്ങനെ ചെയ്ത് പൂർണ്ണമായിട്ടും ആ ഒരു ഡാൻഡ്രഫിനെ മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അവളുടെ തലയിൽ ഡാൻഡ്രഫൊന്നും ഇല്ല. പിന്നെ ഇങ്ങനെ ഈ നമ്മളിങ്ങനെ പനിയൊക്കെ വരുമ്പോഴേക്കും മുടി ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയൊക്കെ ഇരിക്കുമല്ലോ, പ്രോപ്പറായിട്ട് നമ്മൾ നോക്കാൻ പറ്റിയില്ലെങ്കിൽ. അപ്പോൾ അങ്ങനെയുണ്ട്, സ്കാൽപ്പൊക്കെ ഭയങ്കര ഡ്രൈ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ നന്നായിട്ട് അതുപോലെ ഇങ്ങനെ ഓയിലൊക്കെ പുരട്ടി നല്ല അറ്റമൊക്കെ മുടിയുടെ അറ്റമൊക്കെ ഇങ്ങനെ വല്ലാണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു ഇന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു ഞാനെന്നാലും പിന്നെ നമ്മുടെ ഓംലെറ്റ് ഉണ്ടാക്കാം. ആർക്കും ചോറ് വേണ്ട. ഇന്ന് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഞ്ഞിയാണ് ഉണ്ടാക്കിയത്. അപ്പം അതിവർ കഞ്ഞി മതി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കഞ്ഞി ഉണ്ടാക്കി. കഞ്ഞിയും ഉണക്കമീനും പയറൊക്കെ കൂടിയായിരുന്നു. അപ്പോൾ അതങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ചോറ് വേണ്ട ആർക്കും. എന്നിട്ട് നമ്മളന്ന് ചലഞ്ച് ചെയ്തപ്പോൾ ഉണ്ടാക്കിയില്ലേ അങ്ങനത്തെ ഓംലെറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അങ്ങനെ ഒരു ചീസി ഓംലെറ്റൊക്കെ ഉണ്ടാക്കി. നല്ല സൂപ്പറായിരുന്നു കേട്ടോ. അന്നത്തെ പോലെ തന്നെ സൂപ്പറായിരുന്നു. പാലുണ്ടായിരുന്നു. അപ്പം റബേക്കയ്ക്കും എമിക്കൊക്കെ പാലെടുത്തു, ഞാനും സാറേയും കോഫി എടുത്തു, ഡോപ്പിയും പാലും തന്നെയൊക്കെ കുടിച്ചു. ഭയങ്കര സന്തോഷമായി. കാരണം സാധാരണ ഞാൻ ഇങ്ങനെയുള്ള ഇഷ്ടപ്പെടുന്ന സാധനം മതി, ചോറ് വേണ്ടാന്ന് പറഞ്ഞാൽ സമ്മതിക്കാറില്ല. ഇത്തവണ സമ്മതിച്ചപ്പോൾ അത് ഭയങ്കര സന്തോഷമായിപ്പോയി. ഭയങ്കര അമ്മ അങ്ങനെ സമ്മതിക്കാറില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ എമ്മിക്കുട്ടൻ ഞാൻ പറഞ്ഞില്ലേ രാവിലെ മുതൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ടി വി കാണലും കളിയൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ ഓരോരുത്തരെയായിട്ട് ഞാൻ മാറി എല്ലാവരുടെയും തലയിൽ എണ്ണയൊക്കെ ഇടാത്തതിൻ്റെതായ എല്ലാ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. ഭയങ്കര അഴുക്ക് പിടിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. ചുമ്മാ ഇങ്ങനെ ചൂടുവെള്ളത്തിലൊക്കെ കുളിപ്പിച്ച് അങ്ങനെ വിട്ടുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ 3 പേരുടെയും തലയൊക്കെ നല്ലോണം വൃത്തിയാക്കി അവർക്കും ഇതുപോലെയൊക്കെ ചെയ്തിട്ടോ. അത് സാറ കുളിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു ഡ്രൈനെസ് ഇല്ലേ അതൊക്കെ മാറി, ആ ഒരു ഫ്രിസി ആയിരുന്ന ഹെയറൊക്കെ മാറി. നല്ല ഞങ്ങൾ അലോവേരയും തലയിൽ നന്നായിട്ട് ഇട്ടു കേട്ടോ സാറയുടെ തലയിൽ. അപ്പം നല്ല സൂപ്പറായി. അതാണ് അവൾ ഇങ്ങനെ കാണിച്ചു തരുമായിരുന്നു. ഹെയർ നല്ല സൂപ്പറായി, അറ്റമൊക്കെ നന്നായി. അവൾക്ക് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു.
ഇങ്ങനെ ആയല്ലോ, ഹെയർ ഇങ്ങനെ ആയല്ലോ എന്നും. പക്ഷേ ഈ പനിയൊക്കെ കഴിയുമ്പോൾ ഒരു മുടി വീഴ്ചയിലൊക്കെ വരുമല്ലോ നന്നായിട്ട്. നിങ്ങൾക്ക് അങ്ങനെ വരാറുണ്ടോ? എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. വല്ല പനി എന്തെങ്കിലും കഴിഞ്ഞ് ഇവിടെ സാറയ്ക്കും ഇവർക്കൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നന്നായിട്ട് മുടി വീഴ്ചയിലൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിന് നമ്മളൊരു 2 ആഴ്ചത്തെ കെയർ മതി. ഇങ്ങനൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും നല്ല വ്യത്യാസം ഉണ്ടാവും. നല്ലോണം വെള്ളവും കൂടി കുടിക്കണം കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുമായിരുന്നു ഞങ്ങൾ. അത് കഴിഞ്ഞപ്പോൾ ഡോപ്പി അപ്പം മമ്മീൻ്റെ അടുത്ത് പോയിരുന്നു കേട്ടോ. മമ്മിക്ക് നമ്മുടെ അവിടെ ഡെക്കി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു പേഷ്യൻ ക്യാറ്റ് ഉണ്ടല്ലോ, അപ്പോൾ മമ്മിയുടെ അടുത്താണല്ലോ അപ്പോൾ അവളുടെ തീറ്റ തീർന്നു. അത് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ഡോർഫിൻ പോയി അതൊക്കെ കൊടുത്തിട്ട് വന്നു. അപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങനെ വരാതെ നിരന്നിരുന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് ഡോപ്പി ചോദിക്കണം എന്താ സംഭവമെന്ന്. അപ്പം ഹെയർ ശരിക്കും സാറക്ക് വെട്ടിക്കളയണോ, അങ്ങനെ മുടി നന്നായി പൊഴിയുന്നേ. അപ്പം അങ്ങനെ ഒരു ചിന്തയായിരുന്നു. പിന്നെ അതൊക്കെ ഇപ്പം ഇങ്ങനെ ചെയ്തു, ഇപ്പോൾ മുടി പൊഴിച്ചിലൊന്ന് കുറയുന്ന പോലെ തോന്നുന്നതുകൊണ്ട് അവൾക്കൊരു ആശ്വാസമായി. നിങ്ങളിത് പരീക്ഷിച്ചോളൂ കേട്ടോ, നല്ല സംഭവമാണ്. ഈ നമ്മുടെ സാധാരണ വെളിച്ചെണ്ണയിൽ ആൽമണ്ടും ഇതെല്ലാം. അപ്പോൾ അവിടെ കുത്തിയേക്കുന്നതല്ല കേട്ടോ, മൂക്കിലൊരു കമ്പി വളച്ചിട്ടേക്കണതാണ്. അപ്പം വൈകുന്നേരം ആയപ്പോഴേക്കും ഇവിടെ കുറച്ച് പാസ്തയുടെ ബാലൻസ് ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ആ ഒരു ഇച്ചിരി പാസ്തയും എല്ലാം കൂടെ എടുത്തിട്ട് ഒരു വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് സാറയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവൾ തന്നെ കയറി അത് ചെയ്യാമെന്ന് പറയും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോഴത്തേക്കും ഇവിടെ എമ്മിക്കുട്ടനും റബേക്കൊക്കെ പറയണ്ടല്ലോ, സന്തോഷമാണ്. അവർക്ക് മാത്രമല്ല ഡോപ്പിക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അവൾ തന്നെ ഇന്ന് അതൊക്കെ ഉണ്ടാക്കി. എന്നാലും ഞാൻ രാത്രിത്തേക്ക് കുറച്ച് ചോറ് വെച്ചു, ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോറ് വെച്ചിട്ടുണ്ട്. ഇവർ പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ ഈ പാസ്തയൊക്കെ കഴിച്ചിട്ട് ഇത് കഴിക്കുമെന്ന്. അപ്പോഴേക്കും നമ്മുടെ റബേക്ക കുട്ടിയും കൂടെ കുളിച്ചൊക്കെ വന്നു. ഇനി ഞങ്ങൾ ചലഞ്ചിങ് വീഡിയോ ഒക്കെ എടുക്കാൻ പോകാം. ഇന്നിവിടെ ജനറൽ ക്ലീനിങ് ആയിരുന്നു വേണേൽ പറയാം. എല്ലാത്തിനും ഈ ചുമയും പനിയും ഒക്കെ പിടിച്ചിട്ട് ഒന്നും കാര്യമായിട്ട് അങ്ങോട്ട് കുളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ കൈ പോയി. അപ്പൊ ഇന്ന് എല്ലാത്തിനെയും പിടിച്ച് നന്നായിട്ട് എണ്ണയ്ക്കിട്ട് കുറച്ചു നേരം നിർത്തി. എന്നിട്ട് അതിന് നല്ല അഴുക്കുണ്ടായിരുന്നു കയ്യിൽ. പിന്നെ ആലോവേരയൊക്കെ ഇട്ട് നല്ല സൂപ്പറാക്കി ഹെയർ. അങ്ങനെ എല്ലാവരും കുളിച്ച് മിടിക്കുകയായി. ഞങ്ങള് എന്താണ് ക്ഷമയും കാണിച്ചു തന്നാണ് കേട്ടോ കൊച്ചിന്റെ പിടിക്കുക. കൊച്ചിന്റെ മാത്രമാണ് ഇനി ചുമ ഒന്ന് മാറാനുള്ളത്. എല്ലായിടത്തും ഉണ്ടല്ലോ. ഡോപ്പിക്ക് ചെവിവേദനയായി വന്നു, എനിക്ക് തൊണ്ടയ്ക്ക് പ്രശ്നമുണ്ട്, മാറി വരുന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. പിന്നെന്താ, പിന്നെ ഇന്നിപ്പോൾ സാറമോള് കിച്ചണിൽ കയറിയല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു കേട്ടോ. കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണെങ്കിൽ പോലും ഞങ്ങളിന്ന് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചില്ല അല്ലേ ഡോഫി? ചോറ് കഴിച്ചില്ല, ആർക്കും ചോറ് വേണ്ട. അപ്പം അത് ശരിയാ, ഞാൻ ഉച്ചക്ക് ചോറിന് പകരം നമ്മളങ്ങനെ കഴിച്ചത്. അപ്പം ഇനി അത് പിന്നെ ഇപ്പോഴും സാറ് കിച്ചണിൽ കയറിയിട്ടുണ്ട്. അപ്പം ഇന്ന് എനിക്ക് ഉപകാരപ്പെട്ടത്. പിന്നെന്താ, നമുക്ക് ചെന്നൈ പോകാനായിട്ടൊരു അവസരം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനും ഡോപ്പിയും കൂടെ ചെന്നൈയിൽ നമ്മുടെ യൂട്യൂബിൻ്റെ ഷോപ്പിങ്ങിൻ്റെ അല്ലേ അഫിലിയേറ്റ് ഷോപ്പിങ്ങോ അങ്ങനെ എന്തൊരു സംഭവം, അതിൻ്റെ ഒരു ലോഞ്ച്. അപ്പം അങ്ങനെ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയപ്പോൾ ഞങ്ങൾ ചെന്നൈയിൽ പോകണത് കുറേ നാളെ വിചാരിക്കും, വെറുതെ കാണാനല്ല, നമുക്ക് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ പോകുന്നുണ്ട്. അപ്പം നാളെ കാണാം വിശേഷങ്ങളായിട്ട്. നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം. അതുവരെ ബൈ.